ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. വീണ്ടും ഞാൻ തന്നെയായി കേട്ടോ. ഞാൻ കുളിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് മുറ്റമൊക്കെ തൂത്ത് ഇപ്പോഴാണ് മുറ്റമൊക്കെ തൂത്ത്. അമ്മ ഇന്ന് രാവിലെ പോയി. ഞാൻ പരപ്പം കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടിട്ട് വന്നു. അമ്മ ഉണ്ടായിരുന്നു. അമ്മ കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം വരും, എൻ്റെ വെള്ളമെല്ലാം പോവേ, എനിക്ക് പോണേന്നും പറഞ്ഞുകൊണ്ട് ഒരു 10-11 വരെ എൻ്റെ കൂടി ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഓട്ടോ ചേട്ടായോട് പറഞ്ഞ് വിളിച്ച് വിടാൻ പറഞ്ഞിട്ട് ചേട്ടായുടെ ഓട്ടോ വിളിച്ചു വിട്ടു. അമ്മ പോയി കേട്ടോ. എന്നെ ചെയ്യണം, അമ്മ നിൽക്കത്തില്ലെന്നേ. അമ്മ ഈ പറഞ്ഞ കണക്ക് അവിടെയാണ് അമ്മയുടെ ഊര് കിടക്കുന്നത്. അവിടെയല്ലേ ജാസിനെ അടക്കിയേക്കുന്നതൊക്കെ, ജാസിനെ ദഹിപ്പിച്ചതൊക്കെ അവിടെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അമ്മയ്ക്ക് അവിടെയാണ് തറവാട്. 10-40 വർഷമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം മക്കളുടെ അടുത്തൊന്നും പോയി പിന്നെ നിൽക്കത്തില്ല. വല്ലപ്പോഴും പോയി ഇങ്ങനെ 1-2 ദിവസമൊക്കെ നിൽക്കും, അത്രേ ഉള്ളൂ. അമ്മ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടായും പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതിയമ്മ, നിൽക്കുമ്പോൾ എവിടെ കേൾക്കത്തില്ല. അപ്പോൾ അമ്മ പോയി. അപ്പം ഞാൻ എൻ്റെ പൂവിൻ്റെയും ചെടിയുടെയൊക്കെ എടുത്ത് വന്ന് നിന്നുകൊണ്ട് നല്ല രസമില്ല. ഇത് ഞാനുണ്ടല്ലോ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ പള്ളിയുടെ മുറ്റത്ത് നട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ബ്രദർ നിൽപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് തിരികെ, അപ്പോൾ തിരികെത്തിക്കാൻ വന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് വെള്ള ഇലകളുണ്ടാവും, അതുകൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പം വെള്ളയും റോസും പച്ചക്കറി നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ എനിക്ക് അതിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം തരാമെന്ന് പറഞ്ഞു. അച്ഛനാണോ ബ്രദറാണോ നടത്തില്ല, മറ്റേ ഇതാ കുപ്പായമല്ല, ഒരു എന്നാ പറയുന്നത്, ഒരു ഷർട്ട്, ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു ഷർട്ട് മാതിരി കുർത്തയും ഇതൊക്കെ ഇട്ടുകൊണ്ട്. ബ്രദറാണോ അച്ഛനാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പ്രായമുള്ള ഒരാളായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി ഇത്രയും ഉള്ള ഒരു കമ്പ് ഒടിച്ച് തന്നു കേട്ടോ. ചോദിച്ചു തന്നേരെ ഒടിച്ച് തന്നു. അത് ഞാനിവിടെ കൊണ്ട് നട്ടു. കുറേ ഇപ്പോൾ ഇത് കൊണ്ട് നട്ടിട്ട് ഒരു 3 വർഷമായെന്ന് തോന്നുന്നു. എന്നാലും 2 വർഷത്തിന് മുകളിലായി. അതിങ്ങനെ നിന്ന് ഇപ്പം നല്ല സൂപ്പറായി കണ്ടോ നല്ല ഭംഗിയില്ലേ, കണ്ടോ നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഇനി വിരിഞ്ഞ് വരുമ്പോഴത്തേ നല്ല ഭംഗിയായി. അന്ന് അമ്മയോട് കളയാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടപ്പോൾ ഇത്, നല്ല രസമുണ്ടത്. അപ്പോൾ അങ്ങനെ അമ്മ 1:15 ആയപ്പം എങ്ങാണ്ട് ചെന്നു. 1:45 ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വീട്ടിൽ ചെന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലാണ്ട് എത്തി. വണ്ടി യാത്ര ഇപ്പോൾ ഭയങ്കര മടുപ്പാണ്. അത് ഈ 3-4 മണിക്കൂർ ഇരിക്കുമ്പോഴേ അമ്മൂനും ഇപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ, ഈ ചൂട് അധികം അടിച്ചിട്ടങ്ങാണ്ട് നമ്മളിവിടെ അത് എന്നാ അസുഖം പോലും നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ബസ്സിൽ ഒത്തിരി നേരം ഇരുന്ന് ഈ ഇറങ്ങി പോകുമ്പോഴത്തേനും ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ബസ്സിൽ പോകുന്നത്. അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വണ്ടിയിൽ പോകാനായിട്ട്. ഇപ്പം ഭയങ്കര മടുപ്പാണ്. അപ്പം അങ്ങനെയൊക്കെ അവരങ്ങ് എത്തി. അവളങ്ങ് എത്തിപ്പെട്ടു. കൊച്ചു എൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. അപ്പോൾ എൻ്റെ മകൾ എൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്കൊരു സങ്കടം. ഈ പറഞ്ഞവർക്ക് അമ്മമാർക്കല്ലേ പിള്ളേരുടെ അടുത്തുണ്ടെങ്കിൽ ഒരു സന്തോഷം. പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനിയുള്ള കാലം മക്കളെ നമുക്ക് എപ്പോഴും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും ആരും ഇരിക്കണ്ട. അതൊക്കെ അതിൻ്റെയൊക്കെ നമ്മൾ പണ്ടത്തെ എന്നാ പറയുന്നത്, ഒരു തലമുറ വരെ ഉള്ളവരൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞിട്ടില്ല. അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങ് പോകും. എല്ലാ വീടുകളിലും എടുത്ത് നോക്കി പ്രായമായ എല്ലാം നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാലും അതെ, പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ പിന്നെ മകളുടെയോ മകൻ്റെയോ 2 കുഞ്ഞുങ്ങളും കാണും. അങ്ങനെയാണ് എല്ലാവരും പഠിക്കാനും ഇതിനൊക്കെ പോയി. അപ്പോൾ ഇനി അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഉള്ളൂ. കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും എല്ലാം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, വളർന്ന് പഠിക്കാനൊക്കെ പോകാറായില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് വരാതെ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ദിവസമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് ഹാപ്പിയായിട്ട് പോകണം, എന്നല്ലേ നമ്മുടെ ഇതാകത്തുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ വിശേഷങ്ങളും ഇന്നലത്തെ അമ്മൂൻ്റെയും ചേട്ടാടെയും പിന്നെ അമ്മയുടെയൊക്കെ തഗ് ഡയലോഗൊക്കെ ഇടും കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്, ചിരിക്കാനും മാത്രമുണ്ട്. അപ്പോൾ ആരും വീഡിയോ പോയി മിസ് ചെയ്യാണ്ട് കേട്ടോ. കൂടെ ഇരുന്ന് കഴിച്ചതാണ് ഞാനും ചേട്ടായിയും ഒക്കെ കേട്ടോ. ഞങ്ങൾക്ക് ദഹിച്ചു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഇതാണ്ട് അവൾ ഇപ്പോഴാണ് പോയി കഴിച്ചതേ. ഞാനെന്നാ എന്നേ മതി. അന്നേരം അല്ല പതിയെ കഴിച്ചാൽ മതി. അല്ല ഇത് എന്നാ ഇപ്പം പറയാൻ കാര്യമെന്നറിയോ, പിന്നെ ചേട്ടായി എന്നിട്ട് എൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കും അമ്മയുടെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചുമ്മാ വേണം. കേക്ക് അല്ല വേണമെന്ന്, അല്ല ഫുഡ് വേണമെന്ന് പോയി ചോദിക്കും കേട്ടോ. പിന്നെ ഇപ്പോഴേ ഒരു സംഭവം ഉണ്ടായേ, അമ്മയോട് വലിയ കാര്യത്തിൽ എൻ്റെ കുറ്റം ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, വേറെ കുറ്റമായിട്ടല്ല, ഇങ്ങനെയാ 5 മണിയാകുമ്പോൾ വിളിക്കും, അതിങ്ങ് മേടിച്ചോണ്ട് വരും, ഇതിങ്ങ് മേടിച്ചോണ്ട് വരുന്നൊക്കെ പറയുന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു താലി കെട്ടിയപ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ മേടിച്ചോണ്ട് വരണമെന്ന്. അത് കഴിഞ്ഞ് ഇപ്പം വർത്താനം പറഞ്ഞോണ്ട് ഇന്നിപ്പോണ്ടല്ലോ അല്ല അമ്മ അവള് കഴിക്കണു, അമ്മ കൈ പോയി കഴിക്കൂ.
കൈ കിട്ടോട്ടെ. ഒന്നേ മതി ഒരു അല്ലടി ഇതേ എല്ലായിടത്തും ചെന്ന് പറയും. ഓ എന്റെ സുനിലിന്റെ അടുത്തോട്ട് ചെല്ലാങ്കി അവൻ മുറുക്കാൻ പാത്രം ചെയ്തു എല്ലാം കൊണ്ടു തരൂന്ന്. മുറുക്കാനല്ല, മുറുക്കാൻ പാത്രം തുപ്പാൻ. അയ്യോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പപ്പ എനിക്ക് മുറുക്കാൻ പാത്രം എടുത്തു കൊടുത്തു. എനിക്ക് മുറുക്കാൻ പാത്രം എടുത്തോളൂ. ഞാൻ മുറുക്കാൻ പറഞ്ഞു. എനിക്ക് മുറുക്കാൻ പാത്രം എടുത്തു കൊടുത്തത് ഞാൻ മുറുക്കി അതുകൊണ്ടാവും എനിക്ക് മുറുക്കാൻ പറ്റിയത്. എന്നോട് പറഞ്ഞു അമ്മ എടുത്തു കൊടുക്കാൻ അമ്മ ഒരു ചെരുവ് എടുത്തു കൊടുക്കുന്നു. അമ്മ എന്നാലും അത്രയും നല്ല മരുമോനെയാണോ അമ്മ ഇപ്പൊ പറഞ്ഞു തന്നത്? മരുമോൻ ഞാൻ എന്റെ മരുമക്കളെ എല്ലാം ഒരുപോലെ കുടിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള സുനിലിനോട് പ്രത്യേക സ്നേഹം. ഇതിന് വേറെ വീട്ടിൽ നിന്ന് പിന്നെ വേറൊരു കാര്യം അവിടെ ഏഴോ 4-5 ഒന്ന് ചെവിട്ട് കെട്ടി ഒന്ന് കൊടുക്കും. എന്റെ കൈക്ക് നല്ല എല്ലിന് വില ഉണ്ട്. ആ പല്ലിന് ഒന്ന് ഞാനും കൊടുത്ത് പല്ല് താഴ്ത്തി കൊടുക്കും. ഇപ്പൊ ചെന്നിട്ട് ചേട്ടായി പറഞ്ഞേ നല്ല സുന്ദരിയായിട്ട് സുന്ദരി ശരിയാണോ? ഞാൻ ശരിയാണോ? സുന്ദരിക്കുട്ടിയായിട്ട് അയ്യോ ഞാൻ തന്നപ്പോ സുന്ദരിയായിരുന്നു. അയ്യോ സുന്ദരിയായിരുന്നു. എന്റെ മക്കളെ സുന്ദരിയാണെന്ന് പറഞ്ഞു ഒരു നാട്ടുകാരും പറയല്ല. സുന്ദരികൾ 5 സുന്ദരികൾ 2 സുന്ദരികളോ അങ്ങനെയായിരുന്നു ഞങ്ങളെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അല്ല ഇപ്പൊ ഇത് പിള്ളേര് 5 പേര് സുന്ദരി കുട്ടികളാണ്. ചേച്ചിയുടെ ശാന്തകൊച്ചിന്റെ പ്രത്യേക ശ്രദ്ധിക്കുക. അമ്മൂന്റെ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല ഇപ്പൊ ഇത്ര എന്റെ അമ്മയുടെ കഴിഞ്ഞ ദിവസം ആധാർ കാർഡിലുള്ള ഐഡന്റിറ്റി കാർഡ് അതുകൊണ്ട് ഞാൻ മേടിച്ച് 2 ദിവസം പനി അടിച്ചാണ്. എന്റെ കൂടെ തന്നേപ്പിനെയാണ് സുന്ദരി ആയത്. അല്ല ഇതൊക്കെ ഇത്ര പറയാൻ കാരണം എന്താ പറയാ, ഇപ്പൊ 2 പേരോട് കഴിച്ചുകൊണ്ടിരുന്നതിനാണ് ചേട്ടായി കഴിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എന്നാണ്ടാ പറഞ്ഞപ്പോഴത്തേനും എന്നെ എന്തോ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു തമാശയാണോ? അപ്പൊ ചേട്ടായി പറഞ്ഞു നോക്ക് മകളുടെ മോഹം ഒന്ന് നോക്ക് വീങ്ങിയിരിക്കുന്നത്. ഇന്നലെ കർണക്കുറ്റി തീർത്തി ഞാൻ ഒറ്റ എണ്ണം കൊടുന്നു തന്നു. എട്ടോ അമ്മ വേസ്റ്റ് കളയാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. പട്ടക്കം പൊട്ടുന്നവർക്ക് അതിന്റെ ഡബിൾ ഇരട്ടി വെച്ചാൽ മതിയല്ലോ. നീ എന്റെ മകളുടെ കർണക്കുറ്റി അടിച്ചാൽ നിന്റെ കർണക്കുറ്റി ശിഷ്യ ഗർഹിക വിടലോ ഗർഹിക വിടലം. അതൊക്കെ അമ്മ മര്യാദക്ക് പറഞ്ഞു തരുമോ? കയ്യേന്നെ പോറിയിരിക്കുന്ന അതുകൊണ്ട് അത് പോറിയിരിക്കുന്ന കിള്ളി പറിക്കും. അമ്മ കിള്ളി പറിച്ചു പോട്ടെ. ചേട്ടായിക്ക് ഒരു ഇത് കാണാൻ പറ്റത്തില്ല, പാടേണ്ടി വരും. കമ്പ് കൊണ്ട് അത് കിള്ളി പൊട്ടിച്ചടയും. ഒരു കുരു ഇവിടെ വീഡിയോ കോൾ ചെയ്ത് ഓരോന്നോരോന്നോ കാണിച്ചു. നടക്കാൻ പോലും പറ്റിയായി. ഈ ടെസ്റ്റ് മതിയോ? കേട്ടു ഈ ടെസ്റ്റ് മതിയോ? വേണ്ട വേറെ അച്ചുവിന്റെ ടെസ്റ്റ് ആണ് കേട്ടോ. ഇത് അച്ചുവിന്റെ ആണേ, ഇത് അച്ചുവിനാണേ. വളയോ ഇതോ ചൂനാന്റെ വള ചൂനന്റെ. പിന്നെ ഇതോ ബുഷ്, കൊച്ചിന്റെ തലക്കെട്ടെ. പിന്നെ നല്ല സൂത്രം വേറെ സൂത്രം കഴിക്കില്ല. കൊച്ചിന്റെ മാലയൊക്കെ ഊരണേ, എന്നിട്ട് വേറെ മാല ഇടണം. വേറെ നല്ല മോല വേണോ? വേണോ? സൂപ്പർ ആന്ന് പറ. സൂപ്പർ എഴുതിക്കുന്നത് അത് ഭയങ്കര എല്ലാം പറയുന്നുണ്ടായിരുന്നു. അമ്മ മോന് കമ്മല് മേടിച്ച് തരാവേ.
വേണ്ട. ഏത്? ദേ. ഇത് ഉമ്മ വന്നേ. ഉമ്മതാ വേണ്ടേ? ആ പടപ്പമുടി ഒന്ന് കെട്ടി ഇതെല്ലാം ഫോണെന്നാ പടത്തി ഇട്ട് കുളിക്കുന്നേ. ഞാൻ ചമ്മടിയൊക്കെ ഇങ്ങനെ ഇട്ട് ഇന്നെ പൊട്ടൊക്കെ കുത്താൻ ഇന്ന് അച്ചു പൊട്ടൊന്നും തൊട്ട് തന്നില്ലേ? അത് അച്ഛനെ ഞാൻ ഓർമ്മിപ്പിക്കണം, എന്നാലേ അച്ഛൻ പൊട്ടു കുത്തുള്ളൂ. പൊട്ടൊക്കെ കഴിഞ്ഞ ദിവസം മടി കിടന്നു കൊടുക്കുക, നല്ലപോലെ അവർക്ക് പിരിയൊക്കെ എഴുതി കൊടുക്കുന്നു. പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നു. എൻ്റെ ചെയ്യുമ്മേ അമ്മ കൊടുത്തു വിട്ടേക്കാൻ ഡ്രസ്സൊക്കെ കേട്ടോ. ഇനി മോൻ വരുമ്പോ അതിന്റെ അമ്മ വേറെ ഡ്രസ്സൊക്കെ മേടിച്ച് തരാവേ. അമ്മേ കിടന്നു പോട്ടെ. അമ്മൂന്റെ കൊടുത്തു വിട്ടേക്കാൻ ഡ്രസ്സൊക്കെ ഓക്കേന്ന് പറ. എന്നിട്ട് വരുമ്പം ബാപ്പുവിന്റെ വീട്ടിൽ വരുമ്പോ കൊച്ചിന് വേറെ സൂത്രമൊക്കെ അമ്മ മേടിച്ച് വെച്ചേക്കാവേ. അമ്മ വന്നു. അമ്മ ദാ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ റാണി ചേച്ചി മേടിച്ചു കൊടുത്ത സാരിയാണ് കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പം അമ്മൂനെ കാണാൻ വേണ്ടി ഓടി വന്നു. പിറ്റേ ദിവസം രാവിലെ പോവാണ് കേട്ടോ. അവിടെ പിള്ളേരെ ഉള്ളൂ, പോവാടിയെന്നും പറഞ്ഞുകൊണ്ട് പരവശപ്പെട്ട് പോവാ കേട്ടോ. വെള്ളവും വരും. അവിടെ ഈ ഹൗസ് കണക്ഷനാ, കിണർ അല്ല. അതുകൊണ്ട് വരുന്ന സമയത്ത് പിടിച്ചു വെക്കണം അല്ലേ? പിടിച്ചു വെക്കണം. ചേട്ടായി ഓട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. കഞ്ഞിയോ കറിയോ ഒക്കെ വെച്ച് വെക്കണമെന്ന്. അയ്യോ എൻ്റെ ഹെൽമെറ്റും ഇതുമൊക്കെ കിടക്കുന്നത്. ഇപ്പം അമ്മൂനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് കുറച്ച് സമയം ഞങ്ങൾ പെരയ്ക്കാത്ത ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അയ്യോ ആ ഇറങ്ങുന്ന ഓർക്കാൻ പോലും പറ്റിയല്ല. അല്ല ഒരു കണക്ക് അങ്ങ് കയറി നടക്കുന്നതുകൊണ്ടാ നടക്കുന്നത്. ഞാൻ അമ്മൂനെ കൊണ്ടുവിട്ടിട്ട് വന്ന് ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കാപ്പി കുടിച്ചു, പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് രണ്ടുപേരോട് ചുമ്മാ ഇരിക്കുമായിരുന്നു. അന്നേരം ചേട്ടായി എന്നെ വിളിച്ചിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടായിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടായി വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കിയിരിക്കുക കേട്ടോ. വേറെ ഒന്നും വേണ്ട, 2 കിലോ കപ്പ മതി എന്ന് പറഞ്ഞു. വേറെ ഒന്നും വേണ്ടടി, 2 കിലോ കപ്പ. പിന്നെ വിറ്റൊക്കെ ഇട്ടതൊക്കെ കേട്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ? അതെ, അത്യാവശ്യം പൈസ ആയാലും നല്ലതായി വെച്ചത് വന്ന് കയറിയതേ പറഞ്ഞു. നല്ലതായി, നല്ല ഭംഗിയായിരുന്നു. ഇനി സന്തോഷം വിറ്റ പിടിക്കുന്നത്. ശല്യം തുടങ്ങുമോ സിന്ധുവിനോടോ? അവരും വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പെയിന്റ് കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാൻ പറയാമെന്ന് വിചാരിച്ചു. പെയിന്റ് അടിച്ചില്ല, ഇനി പെയിന്റ് അടിക്കും. പെയിന്റ് അടിക്കാൻ വന്നില്ല മഴ കാരണം. വള്ള പിടിക്കുകയല്ല. അതന്നെ, പിള്ളേരെയും പഠിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഇറക്കുമ്പോഴേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. ഓരോ ഇതും മിറ്റമൊന്നും തൂത്തില്ല. ഇന്ന് അമ്മ തൂക്കാൻ ഇറങ്ങണ്ടിതാ. ഇന്ന് തൂത്തില്ല. എന്നാന്നറിയോ? കൊച്ചു പോയതല്ലേ ഉള്ളൂ. അല്ല, കൊച്ചു പോയതല്ലോ, അമ്മ പോയതല്ലേ ഉള്ളൂ. അതാ അവള് ചെന്ന് കയറിട്ട് വിളിക്കട്ടെ. ആണോ? വേണ്ട. അതെ അതെ, പറ്റുമ്പോ വരാം, പറ്റുമ്പോ വായോ എന്നൊക്കെ പറഞ്ഞു. ആടാ ഓട്ടോ തിരിച്ചു ചെല്ല്. പോവാ. കപ്പ ഫ്രിഡ്ജ് വേവിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി ബാക്കി. അല്ല, ഇപ്പം ഇന്ന് പുഴുങ്ങിയിട്ട് ബാക്കി മീതി ഫ്രിഡ്ജ് വെച്ചാൽ മതി. ദൈവം പാവം, ഭയങ്കര ആഗ്രഹമൊക്കെയാണ് നിൽക്കണമെന്നൊക്കെ. പക്ഷെ ആ കുഞ്ഞുങ്ങളുള്ളതിൻ്റെ പേരിൽ പോകുന്ന പോക്കാ. എന്നാ ചെയ്യാനാ, ഒന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല. വെള്ളം പിടിക്കണം. അവിടെ ആ ഊര്. ഇന്നലെ പിന്നെ അമ്മൂൻ്റെ കൂടെ വന്ന് കയറി കിടന്നുറങ്ങി. എൻ്റെ ദൈവം, ഞാനുണ്ടല്ലോ ഇവിടെ ചുമ്മാ ഇങ്ങനെ ചടച്ചു കൂടി മടിച്ചിരുന്നിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിള്ളേരെല്ലാം വന്നിട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തേന് വലിയ ഇളക്കം പരിപാടിയും കാര്യങ്ങളും തൂത്ത് തുടക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവർ ചെന്ന് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യത്തുള്ളൂ. അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് അമ്മയോട് കുറേ നേരം വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. അമ്മ 10-11 ആയെന്ന് തോന്നുന്നു പോയപ്പം. 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരുങ്ങി. പിന്നെ ഞാൻ കുറച്ച് സമയം കൂടെ ഓട്ടോ വിളിക്കാതിരുന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോ വിളിച്ച് കൊടുത്തത്. ചേട്ടായി ഓട്ടോ പറഞ്ഞിട്ടോ. അപ്പോൾ എന്നാ പറയുന്നത്, അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ആകെ പടം മുടോട്ടായി. വീഡിയോയുടെ കമൻറ്റൊക്കെ നോക്കിയിട്ട് അനങ്ങാതെ നേരം പോയി കയറി കിടന്നു. സത്യം പറയല്ല, ചോറ് പോലും കൊണ്ടിട്ടില്ല. മുന്തിരിങ്ങ ഞാനങ്ങനെ കഴിക്കുന്നതല്ല. പക്ഷെ അവൾ ഒരു ടിന്നകത്ത് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുന്തിരി വണ്ടി ആയിരിക്കുമ്പോൾ ഛർദ്ദിക്കുകയും അങ്ങനെ ആയതുകൊണ്ടേ 5-6 മുന്തിരിങ്ങയും പിന്നെ പൈനാപ്പിളിൻ്റെ ഇതുമായിട്ട് മുറിച്ച് ഉപ്പിനകത്തിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ മുന്തിരിങ്ങ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5-10 ഉണ്ടായിരുന്നു. അത് കഴിച്ചത് അവൾ പോയി കഴിഞ്ഞു. പിന്നെ 2-3 ഗ്ലാസ് വെള്ളവും കുടിച്ചു. രാവിലെ പൊറോട്ടയായിരുന്നു കേട്ടോ. അവൾക്ക് ചപ്പാത്തി ഉണ്ട്, അപ്പത്തിന് മാവുണ്ട്, അത് രണ്ടിലേതെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ എനിക്ക് അത് 2 ഛർദ്ദിക്കും. പൊറോട്ട ആയിരുന്നു തിന്നായിരുന്നു. പിന്നെ ചേട്ടായി വൈകിട്ട് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു. രാവിലെ ഉണ്ടാക്കി കൊടുത്ത അവളങ്ങ് തിന്നില്ല, ഒരെണ്ണത്തിൻ്റെ പകുതി തിന്ന്. പിന്നെ ഞാനും അമ്മയും പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു. അമ്മയ്ക്ക് പൊറോട്ട ഇഷ്ടമായിരുന്നു. പിന്നെ അവൾ പോയതുകൊണ്ട് പെട്ടെന്ന് അവൾ കറിയില്ലായിരുന്നു, നമുക്ക് കറിയൊന്നും വേണ്ടമ്മേ, ചുമ്മാ പൊറോട്ട ഉണ്ടാക്കി ചായയും കൂടെ മതി എന്ന് പറഞ്ഞു. കട്ടൻ ചായ മതി, പാൽ ചായ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവൾ കുടിച്ചില്ല. പിന്നെ ഞാൻ അമ്മയ്ക്ക് പിന്നെ പെട്ടെന്ന് മുട്ടക്കറി വെച്ച് പൊറോട്ടകൾ കൊടുത്ത്, നമ്മളിപ്പോൾ ഇറച്ചിയും മീനും ഒന്നും വെക്കാത്തതുകൊണ്ടേ ഒരിതാ. പിന്നെ ഇന്നലെ അമ്മ വന്നപ്പോഴത്തേനും ഇറച്ചി മേടിക്കാൻ തുടങ്ങി. അമ്മ വരുമ്പോൾ എങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ട് അമ്മ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് മേടിച്ചില്ല. മേടിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു വേണ്ട, കൊച്ചു നോയമ്പെടുക്കുന്നതല്ലേ, വേണ്ട, ഈ ഇറച്ചിക്ക് തന്നെ ഇതിന് മാത്രം ഇതാണോ, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അത് അമ്മയ്ക്ക് വറുത്ത് കൊടുത്ത്. എന്നെ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. ഇറച്ചി വേണ്ട ഇടി കൊച്ചേ, അവൾ കഴിക്കുന്നില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നിൽക്കുന്ന ആകുന്ന പോലെ ചേട്ടായി പറഞ്ഞു, ഇവിടെ നിൽക്കേ, ഞാൻ പോത്തൊക്കെ മേടിച്ച് കൊടുത്തു വിടാം, ഇവിടെ നിൽക്കുന്നു. എവിടെ കേൾക്കാനാ പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ പ്രായമൊക്കെ കഴിയുമ്പോൾ അവരുടേതായ ഒരിതുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മളങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പിടിച്ച് കെട്ടി നിർബന്ധിച്ച് നമുക്ക് അങ്ങനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ അമ്മ അത്യാവശ്യം എപ്പോഴും എന്നും പറഞ്ഞു നമുക്ക് കൂട്ടാനോടെയോ സന്തോഷനോടെയോ കയറി പോകും കേട്ടോ. 80 വയസ്സുണ്ട്. 80 വയസ്സുണ്ടെങ്കിലും അത്രയൊക്കെ ഇങ്ങനെ നടന്ന് നമ്മൾക്കന്നെ ആ വീട്ടിലെ കാര്യങ്ങൾ ഫുൾ അമ്മ ചെയ്യുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഈ മിരുമിരിപ്പാ. ഇവിടെ വന്നാൽ ഞാനൊന്നും ചെയ്യാനും സമ്മതിക്കില്ല, ഇവിടെ ഇരിക്കാൻ പറയും. ഇന്ന് മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങായിട്ട് കൊച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് തൂക്കാനൊക്കെ കയറി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഒന്ന് ഇതാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പണി ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ചടച്ച് കൂടി ഇരിക്കാൻ പറ്റിയല്ല. എന്നിട്ടും കണ്ട അനങ്ങാതെ പോട്ടടി ചോദിച്ചത്. സാരമില്ല, ഞാൻ ഇടയ്ക്ക് വരാന്നേ, ഇനി അവൾ വരുമ്പം വിളിച്ചേരെ, അപ്പം ഞാൻ വരാം. ഇന്ന് കൊച്ചിനെയും കൂടെ കണ്ടില്ലല്ലോ, കിങ്ങിണി മോളും കൂടെ വരുമ്പോൾ വരാതൊക്കെ പറഞ്ഞ് വിട്ടുപോയി കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ കുറേ സമയം ഇന്ന് യൂട്യൂബിനകത്ത് കയറി കേട്ടോ. ചുമ്മാ ഇങ്ങനെ കിടന്നാലും ഉറങ്ങിയൊന്നുമില്ല, പകല് ഉറങ്ങിയില്ല, ചുമ്മാ ഇച്ചിരി നേരം കിടന്നു. പിന്നെ അമ്മു അവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കട്ടിലേന്ന് എണീറ്റ് വന്നത്. അപ്പോൾ അത്രയും നേരം ഞാൻ ചുമ്മാ ഇങ്ങനെ യൂട്യൂബിനകത്ത് ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നേ. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണി വലിയ കമ്പും പോലും കിടന്നാലും ഉണ്ടല്ലോ, അടുത്തവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ എന്ത് വ്യഗ്രതയാണ് ചില മനുഷ്യർക്കല്ലേ. ഇപ്പം മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ ആ മൂർത്തി സാർ എന്ന് പറഞ്ഞ എന്നാ പറഞ്ഞത്, ക്രിസ്തോ, അയ്യോ ആ സാറിൻ്റെ പേരെന്നായിരുന്നു, ദിവ്യ. അവർ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ട് ആ സ്ത്രീക്ക്. അവർ ഡൈവോഴ്സ് ആയതാണ്, മനുഷ്യനും ആയതാണ്. എന്നിട്ട് അവർ കല്യാണം കഴിച്ചു. ഇപ്പം തലമുടി നിറയ്ക്കണേ. എനിക്കിപ്പം 47 വയസ്സായില്ല. അടുത്ത മാർച്ചാണ് 47 വയസ്സാണ്. എൻ്റെ തലമുടി മൊത്തം ഒറ്റ ഒരു വർഷം കൊണ്ട് നരച്ചതാണ്. ഒറ്റ ഒരു വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം, ഒരേ ഒരു വർഷം കൊണ്ട് എൻ്റെ തലമുടി മൊത്തം നരച്ചു എന്ന് പറയും. ഭൂരിഭാഗവും നരച്ചു. നമ്മൾ എന്നാ പറയുന്നത്, എന്തെങ്കിലും നമുക്ക് ഒത്തിരി ടെൻഷനാവുമോ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും, നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആകുമ്പോഴൊക്കെയാണ് ഈ തലമുടി നിറയ്ക്കുകയും നമ്മുടെ ശരീരത്തിന് ഓരോ വ്യത്യാസങ്ങൾ വരുമൊക്കെ ചെയ്യുന്നല്ലേ. അപ്പം ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവിയാണ്. ഒത്തിരി വിദ്യാഭ്യാസവും ഒത്തിരി കാര്യങ്ങൾ. പണ്ട് റേഡിയോയുടെ അങ്ങനെയൊക്കെ ആണെങ്കിലും കേൾക്കുന്ന ആ പുള്ളിയുടെ സൗണ്ട്. അപ്പം കൂടിപ്പോയ 10-55 വയസ്സ് കാണുമെന്ന് കൂടി, അല്ലെ 10-52 വയസ്സ്, അതിൽ കൂടുതലൊന്നും കാണിയല്ല. തലമുടി നരച്ചു, തോടി നരച്ചു. ഈ 60 വയസ്സുകാരനെ കെട്ടണോ, എന്നാ കളവനും കെട്ടണോ, എന്ത് മോശം കെട്ടിങ്ങും ഒക്കെ ഓരോരുത്തരിട്ട് ഇങ്ങനെ റീച്ച് കയറ്റാൻ പറ്റേ. നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിലും നമ്മളങ്ങനെ കാണിക്കുമോ? ഒരു കണക്ക് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം എടുത്ത് ചെകഞ്ഞ് ഇങ്ങനെ എന്നാ പറയുന്നത്, മോശപ്പെടുത്തി പറയാനായിട്ട് എന്താഗ്രഹം അല്ലേ. എന്താ പറയുന്നത് അതിന് അയ്യോ ഞാൻ ഇന്ന് അത് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ കൊടുത്തു, നല്ല ജോഡികൾ, അവർ നല്ല സന്തോഷമായിട്ട് ഇരിക്കണം. കാരണം ആ മക്കളെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ ആ മനുഷ്യനാ. ഓരോ അവസ്ഥയുണ്ടെന്നേ, ഓരോ കടന്നുപോയ ഓരോ ഇതുണ്ട്. ആ ദിവ്യ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണെന്ന് പറഞ്ഞാലും ആ ഒരു വരുമാനത്തിൽ നിന്ന് മക്കളെ പഠിപ്പിക്കാനും പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇത്രയും നാൾ ആ സ്ത്രീ തന്നെ കഷ്ടപ്പെട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഹസ്ബൻഡ് ഉപയോഗിച്ച് പോയി കഴിഞ്ഞപ്പോൾ മുതൽ ഇപ്പം ഇച്ചിരി കൂടെ നല്ല ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഇത് വേണം. 2 പേരുടെ സാലറി ഉള്ളവർക്ക് മക്കളെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നു, ലോൺ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു താങ്ങായിട്ടൊരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണോ? അതും അവരുടെ കുടുംബക്കാർ, അച്ഛനമ്മയും എല്ലാം അനുഗ്രഹിച്ച് അവരുടെ കൂടപ്പുറപ്പാണ് കണ്ട്, അവരുടെ ചേച്ചിക്കുട്ടിയോ അനിയത്തിക്കുട്ടിയോ ആരാണ്ടാണ് ആ ദിവ്യനെ കണ്ടുപിടിച്ചതും ഇങ്ങനെ ആലോചിച്ചതും എല്ലാം.
അവരുടെ എല്ലാ ആശീർവാദത്തോടെ സന്തോഷത്തോടെ അവരൊരു ജീവിതം തുടങ്ങുക. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് എന്നത്തിൻ്റെ കേടാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തിനിങ്ങനെ മറ്റുള്ളവരെ ക്രൂശിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം. പിന്നെ ചില മനുഷ്യരുണ്ട്, ഞങ്ങളെല്ലാം തികഞ്ഞവരാ, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഒന്നുമില്ല. മനുഷ്യനെന്ന് പറയുന്നവർക്ക് ഒരു ബലൂണിൻ്റെ ആയുസ് പോലുമില്ല, അല്ലേ? നിസാരം തമ്പുരാനൊന്ന് കണ്ണടച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ചില മനുഷ്യർ കൊണ്ട് ഭയങ്കര ഞങ്ങളെന്തോ സംഭവമാണ്, ഞങ്ങൾ വലിയ ഇതാണ്. രണ്ടാം ഘട്ടം എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര പുച്ഛമാണ്. അയ്യോ, ഞങ്ങളുടെ ഒന്നും നാട്ടിൽ പോലും രണ്ടാം ഘട്ടം ആരും കിട്ടിയല്ല കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തും കിട്ടിയല്ല, നാട്ടിലും കിട്ടിയല്ല. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വലിയ എന്തോ പിന്നെ വലിയൊരു തെറ്റുമാതിരിയൊക്കെയാണ് ചിലർക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ, ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് അത്ഭുതം തോന്നിപ്പോവാ. ഒരു ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ, അല്ലെങ്കിൽ ഒന്ന് 2-3 വർഷം അല്ലെങ്കിൽ ഒരു 3-4-5 വർഷം കഴിയുമ്പോൾ അവർ വേറെ കല്യാണം കഴിച്ചു. അതൊക്കെ തെറ്റാന്ന് പറയുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. ഈ തമ്പുരാനെ ചില സമയത്ത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് ഈ യൂട്യൂബ് കൊണ്ടുപോയിട്ട് പൊന്നെ ഞാൻ മനസ്സിലോർക്കും, ആ മനുഷ്യർ എത്ര സന്തോഷത്തോടെ, ആ മനുഷ്യനാണ് കുഞ്ഞുങ്ങളെ എത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്, ആ കുഞ്ഞുങ്ങളെ മോശപ്പെടുത്തി പറയുന്നത്, ആ പിന്നെ ദിവ്യ എന്ന് പറഞ്ഞാൽ ലേഡിയെ മോശപ്പെടുത്തി പറയുന്നു, ആ മനുഷ്യനെ മോശപ്പെടുത്തി പറയുന്നു. 60 വയസ്സുള്ള കളവനെ 60 ആണല്ലോ 70 ആണല്ലോ, ആ ലേഡിക്ക് ഇഷ്ടമായിട്ടല്ലേ അവരത് സമ്മതിച്ചത്, അല്ലേ? അവരുടെ മനസ്സിൻ്റെ അല്ല, എത്ര 60 ആണല്ലോ 70 ആണെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് സന്തോഷമാണ്, ഹാപ്പിയാണ്. അവർ ജീവിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മനസ്സുകൊണ്ട് റെഡിയായിട്ട് അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടെ താലിയിട്ട് അവരുടെ ചടങ്ങുകളൊക്കെ ഒന്ന് കാണാൻ ഞാൻ ഒത്തിരി നേരം ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പം ആ ചടങ്ങുകളും ആചാരപ്രകാരം മിഞ്ചി ഇടിപ്പിക്കുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ അത്രയും നല്ല രീതിയിലാണ് അവർ ഇതായേക്കുന്നത്. ഡൈവേഴ്സ് ആകുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ഇതിലും ഇല്ല. ഈ പിന്നെ സിനിമാ നടന്മാരോ സീരിയൽ നടന്മാരോ അവരുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അല്ല, ലോകത്തെ എന്തേറെ കാര്യങ്ങൾ നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡൈവേഴ്സും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് വരല്ലോ ചെയ്തത്. അവർ ഒത്തുപോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയവരും അവർ നമ്മൾ അനുഭവിക്കുന്ന വില നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, വേറെ ഒരു വ്യക്തിക്കും അറിയാൻ പറ്റത്തില്ല. വേറെ ആൾക്കാർക്ക് ഇരുന്ന് പറയാം അവരങ്ങനെയായിരുന്നു, ആനയാണ്, ചേനയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ ഇരുന്ന് പറയാം. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കണം ഓരോ കാര്യങ്ങളെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? അത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ഏറെക്കുറെ ഒരു അവരനുഭവിച്ച അവരുടെ ഇതല്ല എൻ്റെ ഇത്, എങ്കിലും അങ്ങനെ ഒറ്റപ്പെടലും വേദനയും നീറ്റലും വിഷമവും ഒക്കെ ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയായതുകൊണ്ടുണ്ടല്ലോ എനിക്ക് മനസ്സിലാവും. പക്ഷെ അവർ നല്ല രീതിയിൽ ജീവിക്കും. ഒരു വർഷം ആയുസുള്ളൂ, 2 വർഷം ആയുസുള്ളൂ, ഇതൊക്കെ തമ്പുരാനാണ് തീരുമാനിക്കുന്നത്. ചുമ്മാ ഇരുന്ന് ഓരോരുത്തരുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിത് ശരിക്കും അത് കേട്ടപ്പോഴല്ലോ വീഡിയോയ്ക്കകത്ത് പറയണമെന്ന് തോന്നി. കുറേ ഞാനത് കണ്ടു, അതാ ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ ഒത്തിരി പേര് കണ്ടു കാണുമായിരിക്കും. എന്തായാലും ഇതാണൊരു ലോകം, നമ്മളെ ഇങ്ങനെ അതപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ദൈവം ചില സമയത്ത് കണ്ണ് തിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിൽ ഓരോ അസുഖങ്ങളായിട്ടാണെങ്കിലും പിന്നെ എന്നാ പറയുന്നത് പ്രകൃതിയുടെ ദുരന്തമായിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. എന്നാലും പഠിക്കത്തില്ല, എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും പഠിക്കുകയല്ലെന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെയുള്ള ഇതൊക്കെ നിർത്തിയിട്ട് നല്ല ഇതായിട്ട് പോകാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പിടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.